Hi, welcome to PrimeLog മൊബൈൽ ആപ്പ് വാക്ക് ത്രൂ വീഡിയോ. നമുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് പ്രൈംലോഗിലെ പ്രൊഡക്ട്സ്, ഓർഡേഴ്സ്, കാറ്റഗറീസ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ നോക്കാം. നമുക്കിതിൽ ഫസ്റ്റ് തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ ലോഗിൻ ചെയ്തെത്തുക. ഇവിടെ നമുക്ക് മുകളിൽ കാണാം ന്യൂ ഓർഡേഴ്സ് 35 പുതിയ ഓർഡേഴ്സ് നമ്മൾ പെൻഡിങ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. അതിൽ ഓരോ ഓർഡറും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പോയാൽ നമുക്ക് ഏതൊക്കെയാണ് ഐറ്റംസ്, അവരുടെ അഡ്രസ്സ്, കാര്യങ്ങൾ എല്ലാം കാണാൻ പറ്റും. നമുക്ക് അവർക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കണമെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ന്യൂ ഓർഡറിന് കൺഫേം ആയിട്ടുണ്ട്, പേയ്മെൻറ്റ് സ്റ്റിൽ പെൻഡിങ് എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഈ ഒരു കസ്റ്റമർക്ക് എനിക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ ഈ ഓർഡർ കൺഫേം ആയി എന്നുള്ള സ്റ്റാറ്റസ് ഇവിടുന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഈ കസ്റ്റമറായിട്ട് കോൾ ചെയ്യാനും അതേപോലെ വാട്സപ്പ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് മൊബൈൽ ആപ്പിൽ ഈസി ആയിട്ട് കിട്ടും. ഇങ്ങനെ നമുക്ക് ന്യൂ ഓർഡേഴ്സ് നമുക്ക് ഓർഡറെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റാറ്റസ് മാറ്റിയിട്ട് ചെയ്യാം. ഇവിടെ ടോട്ടൽ ഓൾ ഓർഡേഴ്സ് നമുക്ക് മൊത്തം ഓർഡേഴ്സ് കാണാൻ അത് ചെയ്യാം. ഇവിടെ നമുക്ക് കസ്റ്റമറുടെ പേര്, പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അടുത്ത നമുക്ക് കാറ്റഗറി മാനേജ്മെൻ്റ് ആണ്. കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡ് വെബ്സൈറ്റിലൊക്കെ വരുന്ന കാറ്റഗറീസ് നമുക്ക് ഇവിടുന്ന് മാനേജ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേപോലെ പുതിയൊരെണ്ണം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാറ്റഗറിക്ക് ഒരു പേരും ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഓർഡർ നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്കിത് എത്രാമത്തെ രീതിയിലാണ് വരേണ്ടതെന്നുള്ള രീതിയിൽ ഡിസ്പ്ലേ ഓർഡറും കൊടുത്ത് ഒരു ഇമേജും അപ്ലോഡ് ചെയ്ത് ആക്റ്റീവായിട്ട് നമുക്ക് കാറ്റഗറി ആഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് ബ്രാൻഡ്സും ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ബ്രാൻഡ്സിൻ്റെ നെയിം ആഡ് ചെയ്യാം. ജനറിക് ബ്രാൻഡ്സ് ആണ്, ജനറൽ എന്നുള്ള രീതിയിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ വരുന്നത് നമുക്ക് പ്രൊഡക്റ്റ് മാനേജ്മെൻ്റ് ആണ്. പ്രൊഡക്റ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ് കിട്ടും. ഇവിടെ നമുക്ക് ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്തൊരു നമ്മൾ ആഡ് ചെയ്തൊരു പ്രൊഡക്റ്റിനെ എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് നമ്മുടെ കസ്റ്റമർക്ക് ലിസ്റ്റ് ചെയ്യില്ല. ഇത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്റ്റീവ് ആക്കി കൊടുത്താൽ മാത്രമേ ഇത് ലിസ്റ്റ് ചെയ്യുള്ളൂ. നമ്മുടെ സ്റ്റോക്കൊക്കെ തീർന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് ഇനാക്റ്റീവ് ആക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി ഒരു പ്രൊഡക്റ്റ് എഡിറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ഇൻഫർമേഷൻസ് ഇവിടെ കാണാം. ഫസ്റ്റ് തന്നെ ഇത് ഏത് കാറ്റഗറിയിലുള്ളതാണെന്ന് കാണിക്കും, ഇത് ഏത് ബ്രാൻഡിൻ്റെതാണെന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉള്ളത് നമുക്കൊരു ടൈറ്റിൽ, പ്രൊഡക്റ്റിന് എന്ത് പേരാണ് കൊടുക്കേണ്ടതെന്നുള്ള ഈ ഒരു പേരാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്താൽ വരിക. പിന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് കോഡ് ഉണ്ട്, നമ്മുടെ ഡെലിവറിയൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കോഡും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സെല്ലിംഗ് പ്രൈസും ഡിസ്പ്ലേ പ്രൈസും ആണുള്ളത്. നമുക്ക് ഇത് രണ്ടും 0 കൊടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഒന്നും കാണിക്കില്ല. നമ്മൾ പ്രൈസ് കൊടുത്താൽ ഇത് സെല്ല് ചെയ്യുന്ന പ്രൈസാണ് നമുക്ക് മെയിനായിട്ട് വരിക. കട്ട് ചെയ്ത് കാണിക്കുന്ന പ്രൈസ് ഡിസ്പ്ലേ പ്രൈസായിട്ടാണ് വരിക. പിന്നെ നമുക്ക് പ്രൈസ് ലിസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്വാണ്ടിറ്റി നോക്കാതെയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ പ്ലേസ് ഓർഡർ വിത്തൗട്ട് ക്വാണ്ടിറ്റി യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാനുഫാക്ചേഴ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു സിസ്റ്റം ക്വാണ്ടിറ്റി നോക്കാതെ എത്ര ഓർഡേഴ്സും ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഒരു ഫീച്ചറുള്ളത് നമുക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി, ഹോൾസെയിലേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി കൊടുത്താൽ അതിൽ 10 എണ്ണം കൊടുത്താൽ മിനിമം ഒരാൾ 10 എണ്ണമെങ്കിലും ഓർഡർ ചെയ്യും. പിന്നെ വരുന്നത് നമുക്ക് സൈസ്, കളറൊക്കെ ഓപ്ഷണലാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കോമട്ടിട്ട് മൾട്ടിപ്പിൾ സൈസസ് കൊടുക്കാം, കളേഴ്സ് കൊടുക്കാം. അതേപോലെ ഒരു ഡിസ്ക്രിപ്ഷൻ, നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ കാണിക്കേണ്ട ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്രീ ഡെലിവറിയിൽ ഇത് കാണിക്കണമെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. നോ കൊടുത്തിട്ട് ഡെലിവറി ചാർജ് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി കാണിക്കില്ല. നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഡെലിവറി ചാർജ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാം. പിന്നെ പ്രൊഡക്റ്റ് സ്റ്റാറ്റസ് ആക്റ്റീവാണ്,
ഡിസ്പ്ലേ ഓർഡറിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് എത്രാമത്തതിൽ ലിസ്റ്റ് ചെയ്യണമെന്ന് കൊടുക്കാം. ഷോ ഇൻ ഹോം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് എൻഡ് പേജിൽ വരുന്ന ഒരാൾക്ക് ഹോം പേജിൽ ഇത് കാണാം. ഈ ഒരു റെക്കമെൻഡഡ് പ്രൊഡക്ട്സിൽ ഇത് കാണിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് യൂട്യൂബിൻ്റെ വീഡിയോ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എംബഡഡ് കോഡാണ് ഇവിടെ വേണ്ടത്. യൂട്യൂബിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുള്ള എംബഡഡ് കോഡ്. ഇവിടെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഗാലറിയിൽ നിന്ന് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കത് ക്രോപ്പൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ബാനർ മാനേജ്മെൻറ്റ് ഉണ്ട്. നമ്മുടെ ഹോം പേജിൽ കാണിക്കുന്ന ഈ ബാനേഴ്സ് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഇതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു പേര് ഒരു URL കൊടുക്കാം. നമ്മുടെ ഈ ഏത് പേജിലേക്ക് പോകണം എന്നുള്ള ഈ ഒരു URL നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഡിസ്പ്ലേ ഓർഡർ ഈ ബാനർ എത്രാമത്തെ വട്ടായിട്ടാണ് കാണേണ്ടത് എന്നുള്ളതും. പിന്നെ ഹോം പേജിൽ ടോപ്പിലും താഴെയും നമുക്ക് 2 ബാനേഴ്സ് വരുന്നുണ്ട്. ഇത് ടോപ്പ് ബാനറും ഇവിടെ ഉള്ളത് ബോട്ടം ബാനറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇമേജ് നമുക്ക് 2 ഇമേജ് വരുന്നുണ്ട്. നമുക്ക് ഫോണിലാണെങ്കിൽ മൊബൈൽ ആപ്പ് ബാനർ ഇമേജും വെബ്സൈറ്റിന് വേണ്ടിയിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള രണ്ടും സെയിം ഇമേജ് കൊടുത്താലും കുഴപ്പമില്ല. 2 ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് താഴെ പെട്ടെന്ന് നമുക്ക് സൈറ്റിൻ്റെ ലിങ്ക് നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ബട്ടൺ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ചെയ്യും. അടുത്ത് നമുക്ക് നമ്മുടെ കോൺടാക്റ്റ് പേജിൽ നിന്ന് വരുന്ന റിക്വസ്റ്റുകളൊക്കെ ഇതിൽ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവരെന്താണ് മെസ്സേജ് അയച്ചത്, കസ്റ്റമർ ഈ ഒരു പേജ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അവരെന്താണ് മെസ്സേജ് അയച്ചത് നമുക്കിതിൽ കാണാം. പിന്നെ നമുക്ക് പോപ്പപ്പ് മെസ്സേജസ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമേജും ഒരു ലിങ്കും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് മെസ്സേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അത് ഇതിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഫ്ലാഷ് മെസ്സേജാണ്. ഹോം പേജിലുള്ള ഈ ഒരു സ്ലൈഡിങ് മെനു നമുക്ക് പുതിയൊരെണ്ണം ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആ ഒരു മെസ്സേജ് ആഡ് ചെയ്താൽ നമുക്ക് ഫ്ലാഷ് മെസ്സേജായിട്ട് ഇതിൽ കാണിക്കും. പിന്നെ നമുക്ക് ബ്ലോഗ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. നമുക്കൊരു ടൈറ്റിലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോഗ് ലിസ്റ്റായിട്ട് വരും. അടുത്ത് നമുക്ക് റീജിയൻസ് ആണ്. നമുക്ക് ഏതൊക്കെയാണ് റീജിയൻസ് എന്നുള്ളത് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡെലിവറി റീജിയൻസ് അത് ആയിരിക്കും കസ്റ്റമേഴ്സിന് ഇതായിരിക്കും ഓർഡറിൽ വരിക. പിന്നെ ഉള്ളത് നമുക്ക് കുറച്ച് കണ്ടൻറ് സെറ്റിങ്സ് ആണ്. നമുക്ക് വെബ്സൈറ്റിലെ കണ്ടൻറ്റ്സ് SEO ഒക്കെ മാറ്റണമെങ്കിൽ നേരെ മെനുവിൽ വന്നിട്ട് വെബ് സെറ്റിങ്സിൽ കയറിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ നമ്പേഴ്സ് ഏതെങ്കിലും മാറ്റണമെങ്കിൽ വാട്സപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. നമ്മുടെ കൺട്രി ഏതാണ് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. താഴേക്ക് വന്നാൽ നമുക്ക് SEO ഡീറ്റെയിൽസ് ഇടയ്ക്കിടയ്ക്ക് മാറ്റണമെങ്കിൽ SEO സെറ്റിങ്സിൽ വന്നാൽ ടൈറ്റിൽ, കീവേഡ്സ്, ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടാഗുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇതേപോലെ നമുക്ക് എബൌട്ട് അസ് പേജിലെ കണ്ടൻറ്റ്സ് നമുക്ക് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷന്, രണ്ടാമത്തെ സെക്കൻഡ് ടൈറ്റിൽ, അതിൻ്റെ ഡിസ്ക്രിപ്ഷന്, അതിൻ്റെ ഇമേജസ്, പിന്നെ നമുക്ക് SEO ഈ പേജിൻ്റെ SEO ടാഗുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ ഫ്രണ്ട് എൻഡിലുണ്ട്. നമുക്ക് PDF ഓഫാക്കാനും ഓണാക്കാനും അതിൻ്റെ കളർ കാര്യങ്ങൾ സെറ്റിങ്സ് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ 2 ഇമേജ്, ഫസ്റ്റ് ഇമേജും ലാസ്റ്റ് ഇമേജും സെറ്റ് ചെയ്യാം. അതേപോലെ PDF നമുക്ക് കൊടുക്കേണ്ട ലോഗോ, നമ്മുടെ ഹെഡറിൻ്റെ ലൈൻ്റെ കളറ് കാര്യങ്ങൾ എല്ലാം ഇത് ത്രൂ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് ഇതിൻ്റെ ആപ്പിൽ നമുക്ക് പ്രൊഡക്റ്റ്, കാറ്റഗറി, ഓർഡേഴ്സ്, ബാനേഴ്സ്, മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സ് നമുക്കുള്ളത്.